അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാതി വഴിയിൽ തനിച്ചാക്കിയ ഉറ്റവരുടെ വേർപാട് നൽകിയ ശൂന്യതയിലോ മാറാ രോഗങ്ങൾ തളർത്തിയ പ്രിയപ്പെട്ടവരുടെ നിസ്സഹായമായ നോട്ടങ്ങളിലോ ഉരുകിത്തീരുന്നവരാണോ നിങ്ങൾ? ഉറ്റവരുടെ ഒറ്റപ്പെടുത്തലുകളിലും ജീവിത പരാജയങ്ങളിലും തനിച്ചായിപ്പോയവരാണോ നിങ്ങൾ? പരീക്ഷണങ്ങളുടെ വേലിയേറ്റങ്ങളിൽ ഇനിയൊരു തിരിച്ചുപോക്കില്ലെന്നു കരുതി നെഞ്ചിലൊരു നെരിപ്പോടുമായി കഴിയുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിരാശയുടെ ഇരുട്ടിൽ നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്ന പ്രത്യാശയുടെ പൊൻകിരണമാണ് ഈ റമദാൻ. ലോകം മുഴുവൻ നിന്നെ കൈവിട്ടാലും നിന്റെ നാഥൻ കൂടെയുണ്ട് എന്ന ഉറപ്പിൻ്റെ മാസം. അവനോട് പരിഭവിക്കാൻ ഏറ്റവും അനുയോജ്യമായ മാസം. രാത്രിയുടെ നിശബ്ദതയിൽ അവനോട് നിങ്ങൾ നടത്തുന്ന ആ രഹസ്യ സംഭാഷണമുണ്ടല്ലോ, അതാണ് ഈ റമദാനിൻ്റെ ഏറ്റവും വലിയ വിജയം. പ്രിയപുത്രൻ്റെ വേർപാടിൽ നീറിപ്പുകഞ്ഞ് കാഴ്ച നഷ്ടപ്പെട്ട് വിങ്ങുന്ന ഹൃദയത്തോടുകൂടി യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ നാഥനോട് മന്ത്രിച്ചൊരു വാക്കുണ്ട്: ഇന്നമാ അഷ്കൂ ബസ്സി വഹുസിനി ഇലല്ലാ. എൻ്റെ സങ്കടങ്ങളും എൻ്റെ മനസ്സിൻ്റെ വിങ്ങലും ഞാൻ അള്ളാഹുവിനോട് മാത്രമാണ് പരാതി പറയുന്നത്. ഇഫ്താറിൻ്റെ പുണ്യവേളയിൽ ആകാശവാതിലുകൾ തുറക്കപ്പെടുമ്പോൾ നിന്റെ പൊള്ളുന്ന കണ്ണുനീർ താഴെ വീഴുന്നതിനു മുമ്പ് അവനത് കാണുന്നുണ്ട്. നിന്നെ സൃഷ്ടിച്ച റബ്ബിന് നിന്നെ കൈവിടാനാവില്ല. വിശപ്പ് കൊണ്ട് നിന്റെ വയറ് കത്തുമ്പോൾ, സങ്കടം കൊണ്ട് നിന്റെ ഹൃദയം വിങ്ങുമ്പോൾ നീ അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഈ ദുനിയാവിലെ പരീക്ഷണങ്ങൾ തീരുന്ന ഇടമല്ല റമദാൻ, മറിച്ച് ആ പരീക്ഷണങ്ങൾ താങ്ങാനുള്ള കരുത്ത് ആർജിച്ചെടുക്കേണ്ട മാസമാണ് റമദാൻ. ഒരു ചെടിയെ വെട്ടിയൊതുക്കുന്നത് അത് നശിക്കാനല്ല, കൂടുതൽ കരുത്തോടെ വളരാനാണ്. ഓരോ പരീക്ഷണങ്ങളും നിന്നെ സ്ഫുടം ചെയ്തെടുക്കാനാണ്, നിന്റെ പാപങ്ങൾ പൊറുക്കാനാണ്, നിന്റെ സ്വർഗത്തിലേക്കുള്ള വഴിദൂരം അത്രമേൽ എളുപ്പമാക്കാനാണ്. അതുമല്ലെങ്കിൽ ചിലപ്പോഴെല്ലാം വഴിതെറ്റി സഞ്ചരിക്കുമ്പോൾ ചെറിയൊരു ടെസ്റ്റ് ഡോസ് തന്നുകൊണ്ട് നിന്നെ തിരിച്ചു വിളിക്കാനായിരിക്കാം. ഈ റമദാനിൽ നിനക്കവനോട് പരിഭവം പറയാം, പക്ഷേ ആ പരിഭവങ്ങൾ അവസാനിക്കേണ്ടത് തവക്കുലിലാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം തന്നെ എൻ്റെ റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണെന്നും എൻ്റെ തളർച്ചയിൽ താങ്ങാവാൻ അവൻ കൂടെ ഉണ്ടാവുമെന്നുമുള്ള ഉറച്ച വിശ്വാസമാണ് തവക്കുൽ. എല്ലാ വാതിലുകളും അടയുമ്പോൾ മുന്നിൽ കടലും പിന്നിൽ ശത്രുക്കളുമായി നിൽക്കെ മൂസാ നബി അലൈഹിസ്സലാം മന്ത്രിച്ചൊരു വാക്കുണ്ട്: എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിക്കും. ആ ഉറച്ച വിശ്വാസമാണ് ഏതൊരു പ്രതിസന്ധിയിലും നമുക്ക് വേണ്ടത്. വിശപ്പിൻ്റെ വിളി വരുമ്പോൾ കാണിക്കുന്ന നിശബ്ദമായ ക്ഷമ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പാലിക്കാൻ നാം പരിശീലിക്കേണ്ടതുണ്ട്. ഇതും കടന്നുപോകുമെന്ന ഉറച്ച വിശ്വാസമാണ് റമദാൻ നമുക്ക് നൽകുന്നത്. റമദാൻ ഒരു തിരിച്ചു നടത്തത്തിൻ്റെ മാസം കൂടെയാണ്. ലോകം മുഴുവൻ നിന്നെ ഉപേക്ഷിച്ചാലും തിരിച്ചുവാ, എൻ്റെ വാതിലുകൾ നിനക്കായി തുറന്നിട്ടിരിക്കുന്നു എന്ന് അവൻ നിന്നോട് മൗനമായി പറയുന്നുണ്ട്. അസാധ്യമായതിനെ സാധ്യമാക്കുന്നവനാണ് നിൻ്റെ റബ്ബ്. കരിഞ്ഞുണങ്ങിയ ഭൂമിയിൽ വസന്തം വിരിയിക്കുന്നവന് നിൻ്റെ സങ്കടങ്ങൾ സന്തോഷമാക്കി മാറ്റാൻ കഴിവുണ്ട്. പരീക്ഷണങ്ങളുടെ പൊള്ളുന്ന വെയിലിൽ നിന്നും അവൻ്റെ കാരുണ്യത്തിൻ്റെ തണലിലേക്ക് നമുക്ക് തിരിച്ചു നടക്കാം. പരാതിയിൽ നിന്ന് പ്രാർത്ഥനയിലേക്ക്, സങ്കടങ്ങളിൽ നിന്ന് സമാധാനത്തിലേക്ക്. നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.